നമസ്തേ. ഇപ്പോഴും മനുഷ്യത്വമുള്ള ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റും. നമ്മൾ അറിയാതെ പോകണം അവരെയൊക്കെ. അങ്ങനെയുള്ള മനുഷ്യരുള്ളത് കൊണ്ടാണ് ഈ നാട്ടിലെ നല്ല കാര്യങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, മഴ കിട്ടുന്നത്, വെയിൽ കിട്ടുന്നത് എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ സൈക്കിള് കളവ് പോയിട്ട് അത് മറ്റേ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മുടെ മറ്റേ ചെറിയ ചാനലിലൊക്കെ ഇട്ട് ജനങ്ങൾ അറിഞ്ഞപ്പോൾ എൻ്റെ പരിചയമില്ലാത്തൊരു സുഹൃത്ത് എൻ്റെ തൊട്ട് കാക്കാട്ട് ശിവക്ഷേത്രം, അതായത് കാട്ടുകച്ചറയിൽ ഇരിങ്ങാലക്കുട അടുത്ത് കാട്ടുകച്ചറയിലെ കാക്കാട്ട് ശിവക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന ജോളി എന്ന മനുഷ്യൻ, ഒരു മാന്യനായിട്ടുള്ള അദ്ദേഹം പത്ര ഏജൻസി നടത്താണ്. അദ്ദേഹം എൻ്റെ ഈ പരിതാപകരമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ട് എനിക്കിപ്പോൾ സൈക്കിൾ പുതിയത് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ സൈക്കിള് ഒരെണ്ണം സ്പെയർ ഉണ്ട്, മക്കൾ ഉപയോഗിക്കുന്നതാണ്, ഞാൻ പുതിയത് വാങ്ങിച്ചു, ചേട്ടൻ അത് നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ്, ചേട്ടൻ അത് കൊണ്ടുപോയിക്കോളൂ, എനിക്ക് പൈസ ഒന്നും തരണ്ട. ആ ഒരു സന്മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട് മിസ്റ്റർ ജോളി. അദ്ദേഹത്തിൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുമാതിരി ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ എനിക്ക് എൻ്റെ ചിന്താഗതി ഇനിയുള്ള കാലം ഇതുവരെ ആയിരിക്കും ഒന്നും വാങ്ങിച്ചില്ല, അധ്വാനിച്ചിട്ട് തന്നെ ജീവിച്ച് അവസാനിപ്പിക്കാനുള്ള ഒരു അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എനിക്ക് നന്ദി സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു ജോളി, ഒരുപാട് നന്ദിയുണ്ട്. അതുമാതിരി ഇത് എടുത്തുകൊണ്ട് പോകണ മനുഷ്യര് ഒരു സാധാരണ മരം വെട്ടുകാരൻ്റെ വെട്ടുകത്തി എടുത്തിട്ട് പോവുക, ഒരു സാധാരണ ടൂ വീലുകാരൻ്റെ ഹെൽമെറ്റ് എടുത്തിട്ട് പോവുക, അതുമാതിരി സൈക്കിളുകൾ എടുത്തിട്ട് പോവുക, അത് എടുത്ത് കിട്ടി കഴിയുന്ന പൈസ കൊണ്ട് അത് കിട്ടുന്ന നിസ്സാര പൈസയ്ക്ക് വിറ്റിട്ട് അതിന് ലഹരി വാങ്ങിച്ച് കഴിക്കണ ഒരു സ്വഭാവം നമ്മുടെ നാട്ടിൽ ഒരു പറ്റം ആളുകൾ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അത് അവർ സ്വയം നന്നാവട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു, ഒരുപാട് നന്ദി ജോളി. അതുമാതിരി ഇതിൽ എനിക്ക് വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടിയിട്ട് എന്നോട് അത് അവതരിപ്പിച്ച മറ്റു കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. ഒരുപാട് ഓഫറുകൾ വേറെയും വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു. പേര് പറയാനൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ജോലിയും ആഗ്രഹിക്കണമെന്നില്ല, ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞതാണ്. താങ്ക് യു.